ഏറ്റവും പുതിയ ഓൺലൈൻ സ്കാം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു, ഹലോ മൈ ഡിയർ, ഹൗ ആർ യു, ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് ഇൻ ദുബായ്, ക്യാൻ യു കം ആൻഡ് പിക്ക് മീ അപ്പ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാരാ, എനിക്ക് അറിയാത്ത ഒരാൾ. നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടിയുടെ ചിത്രം വെച്ചിട്ട് DP വെച്ചിട്ടായിരിക്കും ആ മെസ്സേജ്. നമ്മൾ ഉടനെ ഹലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ഏതെങ്കിലും ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങളുടെ കാശും പേഴ്സും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് തുരത്തി വിടുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങൾ ഇതേപോലെ ചാറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പകർത്തി വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറ്റിക്കും. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, നമ്മളുടെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ട് നമ്മളുടെ മറ്റ് കാര്യങ്ങളിലേക്ക് ഇടപഴകി ചേർന്നുകൊണ്ട് പിന്നീട് നമ്മുടെ കോണ്ടാക്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർ നമ്മളിലൂടെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തി ആ രീതിയിൽ നമ്മളെ പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മളേക്ക് എങ്ങനെ തിരിച്ചറിയാം? എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ മെസ്സേജ് ഇതുപോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട്, ഓ യു ആർ നോട്ട് മിസ്റ്റർ മുഹമ്മദ്, ഐ എം സോ സോറി, ഞാൻ നിങ്ങൾ മുഹമ്മദാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ട്രേഡറാണ്, ഞാൻ ഫാഷൻ ഡിസൈനിങ് കമ്പനി നടത്തുന്ന ആളാണ്, ഞാൻ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വന്നതാണ്, ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കാൻ വന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട്, വളരെ ഡീസൻ്റ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് വാട്സപ്പിലായിരിക്കും നിങ്ങളുടെ മെസ്സേജ് വരിക. ഒരിക്കലും തന്നെ ഇതിന് വശംവദാകാൻ പാടില്ല. ഒരാളും നിങ്ങളറിയാത്ത നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ബ്ലോക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ വി ഹാവ് ടു ഡു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 500-1000 ദിർഹംസ് അയച്ചിട്ടുണ്ടോ? ആ അക്കൗണ്ടിലേക്ക് അയച്ച ഉടനെ നിങ്ങൾക്കൊരു കോൾ വരും. എന്താണ്, നിങ്ങൾക്കൊരു 500-1000 ദിർഹംസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഉടനെ ഈ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുള്ളത് വേറൊരു അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു അക്കൗണ്ടിൽ നമ്പർ തരും, ആ അക്കൗണ്ടിൽ അയക്കാൻ പറയും. ഒരിക്കലും അറ്റ് എനി കോസ്റ്റ് ഒരാൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാശ് തരില്ല. നമ്പർ 1. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കുടുക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ, അറിയാത്ത ഒരാളാണ്, അറിയുന്ന ഒരാളടുത്ത് നിങ്ങൾക്ക് വന്ന് തിരിച്ചയക്കാൻ പറഞ്ഞാൽ അതേ അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കാം, വേറെ അക്കൗണ്ടിലേക്ക് അയക്കരുത്. അറിയുന്ന ഒരാൾ പറഞ്ഞാൽ പോലും വേറെ അക്കൗണ്ടിലേക്ക് അയക്കരുത്, അതേ അക്കൗണ്ടിൽ മാത്രമേ നിങ്ങൾ അയക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉടനെ നിങ്ങൾ പോലീസിൽ അറിയിക്കുക. ദുബായിലോ എവിടെയാണെന്ന് വെച്ചാൽ പോലീസിനെ അറിയിക്കുക. പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ബാങ്കിലേക്ക്, ഏത് ബാങ്കിലേക്കാണോ കാശ് വന്നത് ആ ബാങ്കിലേക്ക് നിങ്ങൾ ഇമെയിൽ വഴിയോ വിളിച്ചിട്ട് അറിയിക്കുക, ഒരു കാശ് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നിങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മുനീർ അൽ വഫ വിത്ത് ലവ്.